ഇന്നലെ ഏപ്രിൽ 23 ഗോൾഡിൽ 2 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. 4 അവറിന്റെ ചാർട്ടിൽ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രൈസ് റീട്രേസ് ചെയ്ത് ഈ ഒരു സപ്ലൈ സോണിൽ എത്തി. അതിനുശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലോവർ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നായിരുന്നു. അതിനുശേഷം പ്രൈസ് ഈ ഒരു പോയിന്റിലാണ് ഇന്നലെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സ്ട്രക്ചറിൽ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ അറിയാം പ്രൈസ് താഴോട്ട് പോയി മേലോട്ട് പോയി താഴോട്ട് വന്ന് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഒരു ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 4 അവറിന്റെ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് ഒന്നുകൂടെ മുകളിലേക്ക് പോയി ഈ ഒരു ഡിമാൻഡ് സോണിൽ എത്തിയതിനു ശേഷം ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്നതാണ്. എപ്പോഴും പ്രൈസ് ഇതേപോലെ മുകളിലേക്ക് റീട്രേസ് ചെയ്ത് പോകണമെന്നില്ല. 15 മിനിറ്റ്സിൽ ക്ലിയർ ആയിട്ടുള്ള ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഈ ഒരു പ്രീമിയം സോണിൽ എത്തിയത് കൊണ്ട് തന്നെ 4 അവറിൽ പുൾ ബാക്ക് നടക്കണമെന്നില്ല. പക്ഷേ 15 മിനിറ്റ്സിൽ നമുക്ക് അപ് ട്രെൻഡിലേക്ക് ഒരു ഷിഫ്റ്റ് വരാണെങ്കിൽ പിന്നെ അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യണത് ഈ ഒരു സപ്ലൈ സോണിൽ എത്തിയതിനു ശേഷം റീട്രേസ് ചെയ്ത് താഴോട്ട് വന്ന് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അതിനുശേഷം 15 മിനിറ്റ്സിലേക്ക് പോയപ്പോൾ 15 മിനിറ്റ്സിൽ ഈ ഒരു പോയിന്റിലാണ് ഈ ഒരു ലോനെ ഈ ഒരു ക്യാൻഡലിന്റെ ബോഡി വെച്ചിട്ട് ക്ലോസ് വന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് കാരണമായിട്ടുള്ള സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് 4 അവറിന്റെയും ഇന്റേണൽ സ്ട്രക്ചറിൽ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ധാരണയുണ്ട് ഇനി പ്രൈസ് റീട്രേസ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ എത്തി 15 മിനിറ്റ്സിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 15 മിനിറ്റ്സിന്റെ ഈ ഒരു പോയിന്റിൽ ഈ ഒരു സപ്ലൈ സോണിലോ അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷം 4 അവറിന്റെ ഈ ഒരു സപ്ലൈ സോണിൽ നിന്നായിരിക്കും താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യാന്ന്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പ്രൈസ് നിൽക്കുന്നത് 15 മിനിറ്റ്സിന്റെ ഈ ഒരു ഡിമാൻഡ് സോണിലാണ്. പക്ഷെ ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോണിൽ എൻട്രി എടുത്തിട്ട് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ ഒരു ഹൈയിലാണ് TP വെക്കുക. പക്ഷെ നമുക്ക് ഓവറോൾ ട്രെൻഡ് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഡൗൺ ട്രെൻഡ് ആണ്. അപ്പൊ ഈ ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിയാക്ഷൻ പോയിന്റ് മാത്രമായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു 3 മിനിറ്റ്സിന്റെ ക്യാൻഡലിന്റെ ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ പ്രൈസ് മുകളിലേക്ക് പോയി താഴോട്ട് വന്നു. മുകളിലേക്ക് വന്ന് ഈ ഒരു ഹൈനെ റെസ്പെക്ട് ചെയ്ത് പ്രൈസ് വീണ്ടും താഴോട്ട് വന്ന് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തു. ഇനി ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ചെയ്യാം. ഇവിടെ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം ഇവിടെ ഇംബാലൻസ് ഉണ്ടായി ഈ ഒരു 3 മിനിറ്റ്സിന്റെ ഡിമാൻഡ് സോണിൽ നമുക്ക് എൻട്രി വെക്കാം. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പോ പ്രോപ്പർ ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പോ ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റോ നടന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഈ ഒരു ക്യാൻഡലിന്റെ താഴെ എന്തുണ്ടായിരിക്കും ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് ഉണ്ടാവും. പ്രൈസ് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം അപ്പൊ നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അപ്പൊ ഈ ഒരു 3 മിനിറ്റ്സിന്റെ ഡിമാൻഡ് സോണിലെ എൻട്രിയും 3 മിനിറ്റ്സിന്റെ ഡിമാൻഡ് സോണിന്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും ഈ ഒരു ഹൈന്റെ മേലെയായിട്ട് ഇപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് റീട്രേസ് ചെയ്ത് ഈ ഒരു 4 അവറിന്റെ സപ്ലൈ സോണിൽ എത്തുന്നതാണ് എക്സ്പെക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 4 അവറിന്റെ സപ്ലൈ സോണിന്റെയും ഈ ഒരു ലിക്വിഡിറ്റിയുടെ മുകളിലായിട്ടാണ് ഞാൻ എൻട്രി വെച്ചത്. ഒരു 6% റിസ്ക് റിവാർഡ് റേഷ്യോയിലായിരുന്നു. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതെങ്ങനെയാണ് മൂവ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ.